ഹായ് മച്ചന്മാരെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് സ്പീക്കർ റീകോൺ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കോയിൽ കറക്റ്റായിട്ടുള്ള നമ്മൾ മേടിക്കുക. പിന്നെ അതുപോലെ സ്പൈഡർ, ഒരു പേപ്പർ, പിന്നെ അതിൻ്റെ ക്യാപ്പ്, ലീഡ് വയർ, സൺഫിക്സിൻ്റെ ഒരു പശ, പിന്നെ എറാൾഡൈറ്റ്, ഇത്രയും സാധനങ്ങളാണ് നമുക്കൊരു ഓഫ് റോട്ടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ സ്പൈഡർ ഊരിയെടുക്കുകയാണ്, സ്പൈഡർ കീറിയെടുക്കുകയാണ് പഴയത്. അപ്പോൾ കീറിയെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ മീതെ ഹോള് കറക്റ്റായിട്ട് അടയാവുന്ന രീതിയിൽ ഇൻസുലേഷൻ ടൈപ്പ് പൊട്ടിക്കുക. ഇൻസുലേഷൻ ടൈപ്പ് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ സൈഡിലത്തെ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കുക. എന്താ കാരണം അതിൻ്റെ ഉള്ളിൽ പൊടി ഇറങ്ങാൻ സാധ്യതയുണ്ട്. പൊടി ഓൾറെഡി ഉണ്ടാവും കുറച്ച്. അപ്പോൾ നമ്മളത് ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് തന്നെയാണ് ആ പൊടി നമ്മൾ അതിൻ്റെ ഉള്ളിൽ എടുക്കുക. ഇതേപോലെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ സൈഡൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ഒരു ഇൻസുലേഷൻ ടൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതേപോലെ ഒരു എക്സ്ട്രാ ഫിലിമെൻറ്റ് മീതെ വെച്ചിട്ട് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പൊടിയും കാര്യങ്ങളൊക്കെ ഇതിന് ഒട്ടിപ്പിടിച്ച് പോരും. തോനെയുണ്ട് വെച്ചിട്ട് നമ്മളത് അതേപോലെ 2-3 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ കോയിൽ സെറ്റ് ചെയ്യാനായിട്ട് മുന്നേ നമ്മൾ കോയിലിൻ്റെ കമ്പികളൊക്കെ നന്നായിട്ട് അതിന് മീതെ ഇൻസുലേഷനൊക്കെ കളയുക. അതിന് ശേഷം നമ്മൾ കോയിൽ കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് അതിന് ചുറ്റുവശം നമ്മൾ എക്സ്ട്രാ ഫിലിം വെച്ചിട്ട് സ്റ്റഡി ആക്കുക. അതേപോലെ ക്ലിയർ ആയിട്ട് ഇറക്കി വയ്ക്കുക. ഒരു 2 കമ്പിയൊക്കെ പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്യുക. അതിൻ്റെ ചുറ്റുവശം ക്ലിയർ ആക്കാൻ കോയിൽ സ്റ്റഡി ആക്കി വെക്കുക. എന്നിട്ട് സ്പൈഡർ നമ്മൾ അതിന് മീതെ കറക്റ്റായിട്ട് പശ തേച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ ക്ലിയർ ആയിട്ട് സ്റ്റഡി ആക്കുക കോയിൽ. അപ്പോൾ വ്യത്യാസം ചെരിവും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. അതിനുശേഷം സ്പൈഡർ ഇതേപോലെ പശ തേക്കുക ഫുള്ളായിട്ട്. ആ പശ തേച്ച് ക്ലിയർ ആക്കിയതിൻ്റെ ശേഷം ചുറ്റുവശം പശ തേച്ചതിൻ്റെ ശേഷം നമ്മളത് അതിൻ്റെ മീതെ കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചാൽ മതി. അപ്പോൾ എല്ലായിടത്തേക്കും പശ കറക്റ്റാവും. അതിന് ശേഷം എറാൾഡൈറ്റ് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ ആവശ്യത്തിനുള്ള എടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്താ കാരണം അത് കട്ടായി വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കോയിലിനെ ഇട്ട് കൊടുക്കുക. ചുറ്റുവശം ഉള്ളിലേക്ക് പശ ഇറങ്ങാത്ത രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതേപോലെ കറക്റ്റായിട്ടുള്ള എക്സ്ട്രാ ഫിലിം വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ. അപ്പോൾ എന്നാലാണ് ചുറ്റുവശം ക്ലിയർ ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതേപോലെ ക്ലിയർ ആയിട്ട് എല്ലാ ഭാഗത്തും പശ ഇട്ടതിന് ശേഷം നമ്മൾ ഇനി പേപ്പറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പറിൻ്റെ ഹോൾ ചെറുതാവുക. നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റാക്കുക, കോയിലിൻ്റെ വട്ടാക്കുക, ഓവലാവാണ്ട് അധികം കട്ട് ചെയ്തിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ലീഡ് വയറിനുള്ള ഹോളൊക്കെ അടിക്കുക. അത് പിന്നെ ഫുള്ളായിട്ട് ഇതേപോലെ പശ തേക്കുക. അത് സൺഫിക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ റബ്ബർ ബീഡിങ്ങൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കറക്റ്റ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കുക. പേപ്പറും കാര്യങ്ങളൊക്കെ സ്റ്റഡിയൊക്കെ ക്ലിയർ ചെയ്യുക. അതിന് ശേഷം നമ്മൾ കോയിലിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളിലൊക്കെ കറക്റ്റായിട്ട് എറാൾഡൈറ്റ് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ക്ലിയർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തിയൊന്ന് നോക്കുക. ക്ലിയർ ആയിട്ട് പശ എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ലീഡ് വയറും കാര്യങ്ങളൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ റബ്ബർ ബീഡിങ് നമ്മൾ ക്ലിയർ ചെയ്ത് ഒട്ടിക്കുക. നമ്മളിവിടെ ആംപ്ലിഫയർ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് റീകോൺ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയറൻസിൽ കമ്പനി വർക്കിംഗ് തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ ലീഡ് വയർ നമ്മൾ ഇടുക. അപ്പോൾ എന്താ കാരണം തന്നെ കഷ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റായി പോകും. ഓരോരോ കഷ്ണങ്ങൾ നമ്മൾ വേറെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഒന്നിനും പറ്റാത്ത പോലെ ആവുക. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് അതിന് 2-3 റൗണ്ട് ചിറ്റിയതിൻ്റെ ശേഷം നല്ല ക്ലിയർ ചെയ്തിട്ട് സോൾഡർ ചെയ്യുക. അല്ലെങ്കിൽ ഇൻസുലേഷനൊന്നും കറക്റ്റായിട്ട് പോകാണ്ട് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് നോയ്സുകളും കാര്യങ്ങളൊക്കെ വരും. പര എന്നുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒന്ന് വരാണ്ടിരിക്കാൻ വേണ്ടി നല്ല ക്ലിയർ ആയിട്ട് സോൾഡർ ചെയ്യുക. എന്നിട്ട് ലീഡ് വയർ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ക്ലിയർ ചെയ്തിട്ട് കട്ട് ചെയ്യുക. അതേപോലെ അതിൻ്റെ വൈബ്രേഷനുള്ള കാര്യങ്ങൾക്കൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ലെങ്ത്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം സോൾഡർ ചെയ്യുക. പേപ്പറിൻ്റെ ഹോള് തുളയ്ക്കുമ്പോൾ ഏകദേശം വൈഡായിട്ട് തന്നെ തുളയ്ക്കാൻ നോക്കുക. പിന്നെ അതേപോലെ ലീഡ് വയർ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുക ക്ലിയർ ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ മീതെ ഇതേപോലെ എറാൾഡൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കോയിലിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന കമ്പിയുടെ സൈഡിലൊക്കെ കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല പോലെ വൈബ്രേഷൻ വരുന്ന ഭാഗമാണ്. ആ സൈഡിൽ നല്ല ലോഡ് വരുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ എറാൾഡൈറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സ്പീക്കർ, നമുക്ക് ഏത് സ്പീക്കറും ഊഫറും ക്ലിയർ ആയിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പാണ് ഒട്ടിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഉരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല. ക്ലിയർ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് വർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡൈനിറ്റിയുടെ ക്യാപ്പ് നമ്മളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാപ്പ് തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണികൾ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഈ ക്യാപ്പിന് ചെറിയതായിട്ടൊരു വെയിറ്റ് കയറ്റിക്കുക. എന്നാലാണ് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഒട്ടുള്ളൂ അതിൻ്റെ. അല്ലെങ്കിൽ എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് ഒട്ടില്ല. ഓവർ വെയിറ്റ് കയറ്റിക്കാൻ പാടില്ല, ചെറിയൊരു വെയിറ്റ്. അപ്പോൾ ഇത് ഒട്ടി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് ചെക്ക് ചെയ്യുകയാണ് പരിപാടി. അപ്പോൾ നമുക്ക് ചെക്കിങ് കിടക്കാം. ആംപ്ലിഫയർക്ക് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എന്താണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഊഫറിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് ഉണങ്ങി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ക്ലിയറായി. നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആംപ്ലിഫയറിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 200 വാട്ട്സ് RMS വാട്ടുള്ള ആംപ്ലിഫയറാണ്. അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലുണ്ട്. അപ്പോൾ ഒന്ന് കയറി കാണുക. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുത്ത് നോക്കണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷൻ കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. പിന്നെ നമ്മളെ ചെക്കിങ്ങാണ് കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേറെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.